ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ, ട്രാവലിംഗ് മലയാളിയാണ് കേട്ടോ. അപ്പൊ ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ കോട്ടയം, പത്തനംതിട്ട, വയനാട്, അതായത് ഈ റബ്ബറൊക്കെ കൂടുതലുള്ള സ്ഥലങ്ങളിലുള്ളവർക്ക് ഈ സാധനം എന്താണെന്ന് മനസ്സിലാവും കേട്ടോ. അതായത് ഇതിൻ്റെ റബ്ബറിൻ്റെ കുരുവാണ് കേട്ടോ. എൻ്റെ ഒരു പഴയകാല ഒരു ഓർമ്മയാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ ഈ റബ്ബറിൻ്റെ കുരു എന്ന് പറയുന്ന സംഭവം പൊട്ടുന്ന സമയം ജനുവരി, ഫെബ്രുവരി അങ്ങനെയുള്ള ചൂട് കൂടാൻ തുടങ്ങുന്ന ആ സമയത്താണ്, നല്ല വെയിലുള്ള സമയത്താണ് ഈ റബ്ബർ കുരു പൊട്ടിത്തെറിച്ച് വീഴുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് റബ്ബർ തോട്ടം ഉണ്ടാവും, പിന്നെ വീട്ടിലെ റബ്ബർ അങ്ങനെയെല്ലാം ഉണ്ടാവും. അപ്പോൾ സ്കൂൾ വിട്ട് നടന്ന് വരുന്ന ഈ സമയത്തുണ്ടല്ലോ, ഈ കുട്ടികളെല്ലാം കൂടെ ഉണ്ടല്ലോ, ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ മത്സരിച്ചാണ് പറക്കുന്നത്. ഇങ്ങനെ ഓടി നടന്ന് പറക്കി നമ്മുടെ ബാഗ് നിറച്ച് റബ്ബർ കുരു, പുസ്തകത്തിൻ്റെ മുകളിലും പുസ്തകത്തേക്കാൾ കൂടുതൽ റബ്ബർ കുരു ആയിരിക്കും. കാരണം അന്നത്തെ കാലത്ത് ഒരു കിലോയ്ക്ക് എനിക്ക് തോന്നുന്നു റബ്ബർ കുരുവിന് 2 രൂപ 2,500 രൂപ ഒക്കെയാണ് ഒരു കിലോയ്ക്കുള്ളത്. നമ്മളിപ്പം വരുന്ന വഴിക്ക് തന്നെ ഒരു 3-4 കിലോ എങ്ങനെയൊക്കെ ഓടിയാണെന്ന് തോട്ടം വഴിയൊക്കെ ആണെന്ന് പറയും കേട്ടോ. പിന്നെ ചില റബ്ബർ കുരു ഇതുപോലെ ഇരിക്കും, പക്ഷേ ഇതുപോലെ കിട്ടുന്നവനായിരിക്കും ബിരുദം കേട്ടോ. കാരണം ഇത് ബോണസാണ്, ഇതിനകത്ത് 3 കുരു ഉണ്ടാകും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ റബ്ബർ കുരുവൊക്കെ പറക്കി വിറ്റ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളവർക്കും അപ്പോൾ ഈ വിറ്റ് കിട്ടിയ പൈസ ഒക്കെ എന്ത് ചെയ്യുന്നു കേട്ടോ? ഈ അന്ന് 1 രൂപ കൊടുത്ത 4 പഞ്ചസാര മുട്ടായി കിട്ടും, കടല കിട്ടും, പിന്നെ ഈ 10 രൂപയ്ക്ക് അന്ന് മിച്ചറൊക്കെ കിട്ടും, പിന്നെ പാർലേജിയുടെ ബിസ്ക്കറ്റ് കിട്ടും. ഇതൊക്കെയായിരുന്നു കേട്ടോ ഒരു ലോകം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ